ഒത്തിരി വലുത് വേണ്ട. ഇപ്പൊ ഫ്രൂട്ട് പ്ലാന്റ്സിനാണെങ്കിൽ വലുത് മതി. കാരണം ഈ ഒരു സമയത്ത് കൃഷി ചെയ്ത ധാരാളമായിട്ട് ഉണ്ടാവും. ഇതുപോലെയുള്ള പച്ച നെറ്റ് നിങ്ങൾക്ക് വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഈ വേനൽക്കാലത്ത് ധാരാളമായിട്ട് വിളവ് കിട്ടുന്നതാണ്. ഈ ഒരു സംഭവം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ചെടികൾ നല്ല രീതിക്ക് തന്നെ നിൽക്കും. എല്ലാവർക്കും PRS കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയാമ. നമ്മൾ കഴിഞ്ഞ ദിവസം മുതൽ വേനൽ കൃഷിനെ പറ്റിയിട്ട് പറയുന്നുണ്ടല്ലോ അല്ലേ? അത് പാർട്ട് 1 പാർട്ട് 2 ആയിട്ടാണ് നമ്മൾ പറയുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ ഒത്തിരി അധികം കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്താനുണ്ടല്ലേ. നമ്മൾ വർഷകാലം വരുമ്പോഴേക്കും അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങും. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ വേനൽക്കാലത്ത് ഇതിനുള്ള ഒരുക്കങ്ങളൊന്നും ചെയ്യുന്നില്ല? തീർച്ചയായിട്ടും നമ്മൾ വേനൽ കൃഷിക്ക് പ്രാധാന്യം കൊടുക്കണം. കാരണം ഈ ഒരു സമയത്ത് കൃഷി ചെയ്ത ധാരാളമായിട്ട് ഉണ്ടാവും. അപ്പൊ എല്ലാവരുടെ പ്രശ്നം പറയുന്നത് എന്താണ്? വെള്ളമില്ല എന്നുള്ളത്. അപ്പൊ വെള്ളം കുറച്ചുകൊണ്ട് എങ്ങനെ കൃഷി നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ വെയിലത്ത് നിന്നുള്ള നല്ലൊരു സപ്പോർട്ട് നമ്മുടെ ചെടികൾക്ക് കൊടുക്കണം. അപ്പൊ അതിനുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൽ നമ്മൾ പറഞ്ഞിരുന്നു, പൊതയിടുന്ന കാര്യങ്ങൾ കുറെ. അപ്പം അത് കാണാത്തവർ തീർച്ചയായിട്ടും കാണണം. ആ വീഡിയോ നമ്മൾ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ പാർട്ട് 1 ഇടുന്നതായിരിക്കും. അത് കണ്ടിട്ട് വേണം കേട്ടോ ഇത് കാണാനായിട്ട്. അപ്പോൾ അത് കണ്ടിട്ടുള്ളവർക്ക് ഒട്ടനെ തന്നെ ഇതിലോട്ട് പോവാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ധാരാളമായിട്ട് കൃഷി ചെയ്തിട്ടുള്ളവരാവും. എല്ലാവരുടെ ചെടികളൊക്കെ കരിഞ്ഞു പോകുന്നുണ്ടാവും, ഉണങ്ങി പോകുന്നൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ വാടി നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് നല്ല വിഷമാണ്. അപ്പം നമ്മൾ അടിയിൽ പൊതയിട്ട് കൊടുത്തുകൊണ്ട് മാത്രം പോരാ, നമ്മൾ ഇതേപോലെ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്യണം. അതായത് ഒന്നെങ്കിൽ നമ്മളുടെ വീട്ടിൽ ഇതേപോലെ ഓല എങ്ങാനും ഉണ്ടെങ്കിൽ, അപ്പം തെങ്ങിൻ്റെ ഓല എങ്ങാനും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് വെച്ചിട്ട് ചെയ്യുക. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും മരത്തിൻ്റെ ചില്ല, അപ്പം ഏത് മരത്തിൻ്റെ ചില്ല, നമുക്ക് ചില്ലയല്ല പ്രധാനം, അതിൽ ധാരാളം ഇലകൾ വേണം. അപ്പം ഏതെങ്കിലും മരത്തിൻ്റെ ചില്ലയോ അല്ലെങ്കിൽ ഉണങ്ങിയ ചില്ലകളാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അതോ അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ തെങ്ങിൻ്റെ ഓലയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കളയാതെ ഇതേപോലെ സൂക്ഷിച്ചു വെക്കുക. എന്നിട്ട് നമുക്ക് എങ്ങനെയാണ് ഇതിന് നല്ലൊരു സംരക്ഷണം കൊടുക്കുക എന്നുള്ളത് നോക്കാം. പ്രത്യേകിച്ച് ഈ ഓല വെച്ചിട്ട് ഇപ്പോൾ ഫ്രൂട്ട് പ്ലാന്റ്സ്, ഇപ്പോൾ പച്ചക്കറി ചെടികൾക്ക് മാത്രമല്ല, ഫ്രൂട്ട് പ്ലാന്റ്സിനും അതെ. ഇപ്പോൾ റംബൂട്ടാൻ, അബിയു, അതുപോലെ തന്നെ മാംഗോസ്റ്റിൻ ഒക്കെ അതെ ഇപ്പം നന്നായിട്ട് ചൂട് കൊണ്ട് ഒരു കരിയുന്ന അവസരം. അപ്പം നമ്മൾ കുറേ പേർക്ക് ഇത് വെച്ച് സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അത് അവർക്ക് നല്ല റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ പച്ചക്കറികൾക്ക് എങ്ങനെയാണ് സപ്പോർട്ട് കൊടുക്കുക എന്ന് നോക്കാം. അതേപോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ പൂച്ചെടികൾക്കാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഫ്രൂട്ട് പ്ലാന്റ്സിനാണെങ്കിലും കൊടുക്കുക. അപ്പൊ നമ്മൾ ഇതേപോലെ ഇതെടുത്തിട്ട് നമ്മൾ ചെറിയതാക്കിയിട്ട് കട്ട് ചെയ്യണം കേട്ടോ. ഒത്തിരി വലുത് വേണ്ട. ഇപ്പൊ ഫ്രൂട്ട് പ്ലാന്റ്സിനാണെങ്കിൽ വലുത് മതി. ചെറുത് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മളിതേ ഇവിടെ ഇങ്ങനെ കുത്തിവെക്കുക. അപ്പോൾ ഇതിന് ഒരു സൈഡിൽ നിന്നുള്ള സപ്പോർട്ടായി ഇത് നമ്മൾ അപ്പുറത്തെ സൈഡിൽ ഇതിൻ്റെ വേരുമ്മയൊന്നും തട്ടാതെ ഇതിന് ഒരു പ്രശ്നം വരാതെ ദൂരെ മാറ്റിയിട്ട് വേണം നമ്മൾ കുത്താൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൻ്റെ വേരുകളൊക്കെ ഇതിൻ്റെ അടുത്താണ്. അപ്പോൾ വേരൊന്നും തട്ടാതെ ദൂരെ ഗ്രോ ബാഗിൻ്റെ അരികത്തായിട്ട് കുത്തി നിർത്തി നമ്മൾ ഇതാക്കിയിട്ട് ഒന്നെങ്കിൽ നമുക്ക് വേറൊരു ഇതുകൊണ്ട് നമുക്ക് കെട്ടിക്കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ചുറ്റി കെട്ടിയിട്ട് അതിന് നല്ലൊരു സപ്പോർട്ട് കൊടുക്കാം. കണ്ടോ? അതിന് ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് കൃഷി, അതായത് ഇപ്പോൾ ഒത്തിരി പേര് പാടത്തൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അവർക്കൊക്കെയുള്ള വളരെ നല്ലൊരു സംരക്ഷണമാണ്. കണ്ടോ? ഇതിന് ഇങ്ങനെ ഇതാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് ഒരു കാരണവശാലും വെയിൽ, ഇപ്പം സൈഡിൽ നിന്നുള്ള വെയിലാണെന്നുണ്ടെങ്കിലും മേലെ നിന്നുള്ള വെയിലാണെങ്കിലും അടിക്കില്ല. അപ്പം ഇങ്ങനെ വളരെ നല്ലൊരു സപ്പോർട്ട് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ചെയ്യുന്നത് മൂലം 2 ഗുണമുണ്ട്. വേനൽ സംരക്ഷണം, അതുപോലെ കീടങ്ങളുടെ ആക്രമണവും കുറയും. കേട്ടോ? ഇത് നമ്മൾ കവർ ചെയ്യണത് മൂലം കീടബാധ വരില്ല, അതേപോലെ സംരക്ഷണം കിട്ടും. ഇനിയിപ്പോൾ എല്ലാവരുടെ അടുത്തും ഇതേപോലെ ഓല ഉണ്ടാവണമെന്നില്ല അല്ലേ? അപ്പൊ അങ്ങനെയുള്ളവർക്കാണ് നമുക്ക് ഇതേപോലെ ഒരു മരച്ചില്ലോ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിങ്ങനെ കുത്തിക്കൊടക്കാം. അപ്പോൾ ചീര പറിച്ച് നടുമ്പോഴും നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് വാടാതിരിക്കാനായിട്ടും സഹായിക്കും. കണ്ടോ? ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൊട പോലെ ഇതിനുള്ള ഒരു സംരക്ഷണമായി. കണ്ടോ?
ഒത്തിരി അധികം ഇലകൾ ഉള്ളത് കൊണ്ട് ഇതിന് നല്ലൊരു സംരക്ഷണമായി, അതേപോലെ തന്നെ കീടബാധ വരാതിരിക്കാനും നല്ലതാ. ഇനിയിപ്പോ നിങ്ങൾക്ക് ഒരു ചില്ല മാത്രം കുത്തി കഴിഞ്ഞാല് അടുത്തത് ആക്കാം. പക്ഷെ ഗ്രോ ബാഗിന്റെ അറ്റത്തായിട്ട് വേണം നമ്മൾ ഇത് കുത്താനായിട്ട്. ഇതിന് ഒരു കാരണവശാലും ഇതിന്റെ വേരുമ്മയൊന്നും സംഭവിക്കാതെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാല് ഒരു രീതിയിലും ഇതിന് വെയിൽ തട്ടില്ല. അപ്പൊ നമ്മൾ പറിച്ച് മാറ്റി നട്ട വഴി തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്ത് ഇത് വെയിലത്ത് വെച്ചാലും ഒന്നും തന്നെ സംഭവിക്കില്ല. അപ്പോ വേനലിൽ നിന്ന് സംരക്ഷണം നേടാനായിട്ട് ദേ ഈ 2 മാർഗങ്ങളും വളരെ നല്ലതാണ്. ഫ്രൂട്ട് പ്ലാന്റ്സിന് ദേ ഇങ്ങനെ നമ്മൾ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഫ്രൂട്ട് പ്ലാന്റ്സും ഒരെണ്ണം പോലും കരിഞ്ഞു പോവാതെ നമുക്ക് കിട്ടും. പിന്നെ ഫ്രൂട്ട് പ്ലാന്റ്സിന് ഇല കരിയാനായിട്ടുള്ള മറ്റൊരു കാരണമുണ്ട്, പൊട്ടാഷിന്റെ കുറവ്. അപ്പൊ അതിന് നമ്മൾ ഒന്നെങ്കിൽ ചാരം കൊടുക്കാം, അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പഴം ഉണ്ടല്ലോ, നേന്ത്രപ്പഴത്തിന്റെ തൊലി നമ്മൾ അരിഞ്ഞിട്ട് അത് ഒരാഴ്ച കഴിഞ്ഞ് ഇതിനങ്ങ് നന്നായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇല കരിച്ചിൽ മാറും. അപ്പൊ പൊട്ടാഷിന്റെ കുറവ് മൂലമുള്ള ഇല കരിച്ചിൽ മാറാനായിട്ട് അത് സാധിക്കും. വെയിലിന്റെ ആണെന്നുണ്ടെങ്കിലും ഇതുപോലെ നല്ലൊരു സപ്പോർട്ട് കൊടുക്കുക. ഇനിയിപ്പോ നിങ്ങളുടെ അടുത്ത് ഇതേപോലെ ഓലയില്ല, അല്ലെങ്കിൽ ഇതേപോലെ ഒന്നും ഇല്ല, അപ്പൊ ടൗണിൽ താമസിക്കുന്നവർക്കും അല്ലെങ്കിൽ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കും ഇങ്ങനെയൊന്നും ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ പച്ച നെറ്റ് കണ്ടു, ഇതുപോലെയുള്ള പച്ച നെറ്റ് നിങ്ങൾക്ക് വാങ്ങാനായിട്ട് കിട്ടും. ഈ പച്ച നെറ്റ് വാങ്ങിയിട്ട് നിങ്ങൾ ഇതേപോലെ മേലെ ഒരു കവറിങ് കൊടുക്കുക. അതായത് വെറുതെ അങ്ങും വലിച്ചു കെട്ടുക. പച്ച നെറ്റ് തന്നെ വേണം കേട്ടോ. പച്ച നെറ്റ് വാങ്ങി മേലെ അങ്ങ് വലിച്ചു കെട്ടിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇതിന് നല്ലൊരു സംരക്ഷണം. അപ്പൊ ഇതൊന്നും ഇല്ലാത്തവര് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുക. അതല്ലാതെ നമ്മളുടെ ചെടികളെ സംരക്ഷിക്കാനായിട്ട് നമുക്ക് പറ്റില്ല. അപ്പൊ പച്ച തന്നെ വാങ്ങുക. പച്ച വാങ്ങി നിങ്ങൾ ഇതിനാക്കുക. അതേപോലെ അതല്ലാന്നുണ്ടെങ്കിൽ വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ വല്ല തുണികളിൽ ഇപ്പോൾ പച്ചനെറ്റ് ഒന്നും ഇല്ല അതുണ്ടെന്നുണ്ടെങ്കിലും കോട്ടന്റെ തുണി ഉണ്ടെന്നുണ്ടെങ്കിലും അതിന്റെ മേലെ കൂടി ഒന്ന് വലിച്ചു കെട്ടുക. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ചെടികൾക്ക് നല്ലൊരു സംരക്ഷണം കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഈ വേനൽക്കാലത്ത് ധാരാളമായിട്ട് വിളവ് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യണം. അപ്പം അതിനുള്ള ഒരു തടസ്സം എന്ന് പറയുന്നത് ഇതേപോലെ അധികമായിട്ടുള്ള വേനൽ ചൂട്, കീടങ്ങളുടെ ആക്രമണം. അപ്പം ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞാൽ വേനൽ ചൂടിൽ നിന്നും കീടങ്ങളുടെ ആക്രമണത്തിൽ നിന്നും ചെടീനെ സംരക്ഷിക്കാനായിട്ട് പറ്റും. അപ്പൊ എല്ലാവരും അത് ചെയ്യലോ അല്ലെ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എല്ലാത്തിനും പൊത കൊടുക്കാനായിട്ട് പറഞ്ഞിരുന്നു. അതേപോലെ കറക്റ്റ് സമയത്ത് ഡോളോമേറ്റ് കൊടുക്കാനും വളങ്ങളൊക്കെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും അത് ചെയ്തിട്ടുണ്ടാവും എന്നറിയാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മളിപ്പം ഇങ്ങനെ നല്ലൊരു കവറിങ് എല്ലാവരും ചെയ്യണം. മണ്ണിൽ വെച്ചവരാണെന്നുണ്ടെങ്കിലും ഗ്രോ ബാഗിൽ വെച്ചവരാണെന്നുണ്ടെങ്കിലും ഇതേപോലെ തന്നെ നല്ലൊരു കവറിങ് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നെറ്റ് കെട്ടുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു സംരക്ഷണമാണ്. അപ്പോൾ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഇനി അടുത്തത് വരുന്നത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം അല്ലെ. അല്ലെങ്കിൽ ഒന്നിച്ച് പറയണ സമയത്ത് നിങ്ങൾക്കും കൺഫ്യൂഷൻ ആവും. ഇപ്പൊ ഈ ഒരു സംഭവം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ചെടികൾ നല്ല രീതിക്ക് തന്നെ നിൽക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും ഈ വീഡിയോ കണ്ട് കഴിഞ്ഞ വഴി ഒട്ടനെ തന്നെ എല്ലാവരും പോയിട്ട് ഇതിനങ്ങനെ ഒരു കവറിങ് കൊടുക്കുക. പിന്നെ അടുത്ത ഒരു വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. കാരണം അടുത്തത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റുന്നതും നല്ലൊരു ഇതുള്ളതുമാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇന്നിപ്പോൾ ഇനിയിപ്പോൾ വെക്കേഷനൊക്കെ വരണം. അപ്പം നിങ്ങൾക്ക് ഒന്ന് പുറത്തു പോകണം, അല്ലെങ്കിൽ 2 ദിവസം മാറി നിൽക്കണം, അപ്പൊ നനയ്ക്കാൻ പറ്റില്ല എന്നുള്ള വിഷമേ വേണ്ട. ഒരാഴ്ച നനയ്ക്കാതെ അതിന് പറ്റുന്ന ഒരു രീതിയാണ് നമ്മൾ അടുത്ത ആഴ്ച പറയുന്നത്. അപ്പൊ അത് നമ്മളിപ്പം നമുക്ക് ഒരാഴ്ച ചെയ്ത് ആക്കിയിട്ടുണ്ട്. അത് സക്സസ് ആവണല്ലോ അല്ലെ. ഒരാഴ്ച ഇപ്പൊ 3-4 ദിവസമായിട്ട് നമുക്ക് ഒരു കുഴപ്പമില്ലാണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഒരാഴ്ച വരയ്ക്കും നിങ്ങൾക്ക് നനയ്ക്കാതെ എങ്ങനെ ആക്കണം എന്ന് അറിയണ്ടേ. നമ്മൾ ചെയ്ത് സക്സസ് ആയതല്ലേ നിങ്ങളോട് പറയേണ്ടത്. അപ്പൊ അതല്ലാതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ 4 ദിവസമായിട്ടുള്ളൂ നമ്മളിവിടെ ചെയ്തു വെച്ചിട്ട് 4 ദിവസമായിട്ടും നമുക്ക് നനയ്ക്കാതെ തന്നെ അത് കറക്റ്റ് ആവുന്നുണ്ട്. അപ്പൊ 7 ദിവസം വരെ കിട്ടുമെന്ന് നോക്കട്ടെ. അതിനുശേഷം നിങ്ങൾക്ക് ആ സൂത്രം പറഞ്ഞു തരാം. അപ്പൊ നമ്മൾ അടുത്ത വീഡിയോയിൽ അതാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ഇത് ചെയ്യുക. പിന്നെ ഒരാഴ്ച നമുക്ക് നനയ്ക്കാതെ തന്നെ വെള്ളവും വളങ്ങളും ഒക്കെ കൊടുക്കാതെ തന്നെ നമ്മുടെ ചെടി വളരുന്ന സൂത്രമാണ് നമ്മളിവിടെ ചെയ്ത് 3-4 ദിവസമായിട്ട് സക്സസ് ആയിട്ടുണ്ട്. അടുത്ത 7 ദിവസം വരെയൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്രദമാവും അത് കേട്ടോ. അപ്പൊ ആദ്യത്തെ വീഡിയോ കാണാത്തവർ അത് കാണുക. രണ്ടാമത്തെ വീഡിയോ കണ്ട ശേഷം 3-ാമത്തെ വീഡിയോയ്ക്കായിട്ട് തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് മാത്രം പോരാ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും കിട്ടില്ല. അതിന്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെൽ ഐക്കണും കൂടെ ഒന്ന്
ക്ലിക്ക് ചെയ്യണം. എങ്കിലാണ് നമ്മൾ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പം എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്രദമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.